കേരക്കൂട്ടനും ബീഫ് കൂട്ടനും കൂടിയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള പരിപാടി എങ്ങനെയാണ് നമുക്ക് നോക്കാതെ രസമാണ് പോകണം കേട്ടോ. ആ ഒരു പോർഷൻ കറക്റ്റായി. അയ്യോ, ഇത്ര നേരം പാടാക്കിയ പോലെ അല്ല കേട്ടോ. ഇത് കേരട മീറ്റാണ്, ഇത് പോത്തിൻ്റെ മീറ്റാണ്. നമുക്ക് നോക്കണ്ടേ, അടിച്ച് പൊളിക്കാൻ പോകും. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരക്കൂട്ടനെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ബീഫ് കൂട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ട് നമ്മൾ തകർക്കാനുള്ള പരിപാടിയാണ്. വിഷു കഴിഞ്ഞ 2-ാം തീയതിയാണ് നമ്മളിന്ന്. അപ്പോൾ ഇവിടെ വേലയോടെ മേടിച്ച് നമ്മൾ തകർക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ, കയറി ആദ്യം നമ്മുടെ തട്ടിലിരിക്കട്ടെ. ബീഫ് വന്നിട്ട് നമുക്ക് അഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മുറിച്ച് പോകും. അപ്പോൾ ഇതാണ് ബീഫ് കേട്ടോ. ബീഫ് നമ്മൾ കൊട്ടാണ്. അയ്യോ, ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ വലിയ വലിയ കഷ്ണമാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായ ബീഫാണ് കേട്ടോ. അത് ബീഫ് നല്ല വലിയ വലിയ കഷ്ണമാക്കിയിട്ട് മുറിക്കണം കേട്ടോ. അപ്പോൾ ഇത് മുറിച്ച് നമുക്ക് ഇടാം. ഇത് വലിയ കഷ്ണങ്ങളുള്ളതേ, ഇത് കൊഴുപ്പാണ് കേട്ടോ. ഇത് നമ്മൾ കൊഴുപ്പ് മേടിച്ചാണ്. ഇറച്ചി വെക്കുന്ന സമയത്ത് കുറച്ച് കൊഴുപ്പിടുമ്പോൾ മാത്രമേ ഇറച്ചിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അയ്യോ, ബീഫൊക്കെ വലിയ വലിയ കഷ്ണമാക്കിയിരിക്കണം ഈശ്വരാ. പറ്റേ. അപ്പം നമ്മൾ ബീഫിനെ എടുത്ത് ഒഴിവാക്കി മാറ്റി, സമയമില്ലാത്തതുകൊണ്ട് അപ്പം ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് ബീഫിന് മാറ്റാൻ പോയപ്പോൾ. അപ്പം നമ്മുടെ കേരക്കൂട്ടൻ, അടിപൊളി കേരക്കൂട്ടനാണ്. സൂപ്പർ 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 സാധനമാണ്. അപ്പോൾ നമ്മൾ ഇവനെ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം, അറിയാത്ത ആൾക്കാർക്കാണെങ്കിലും. ഈ കേരട ഇവിടെ നിന്നാണ് സാധാരണ എല്ലാവരും കട്ട് ചെയ്യാറ്. അത് അറിയാത്തതുകൊണ്ടാണ്. ഇതിൻ്റെതായി ഒരു ഇതുണ്ട്, ഇതിൻ്റെ ഇവിടെ നിന്ന് ഒരു ഇത് പോകുന്നത്. ഇത് അങ്ങനെയായിരിക്കും കേട്ടോ. ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് തൊലി പൊളിക്കുകയും ചെയ്യാം. തൊലി പൊളിക്കുന്നില്ല. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് കിട്ടുമേ. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇതുണ്ട് കണ്ടത്. ഈ വര കണ്ടത്, ഈ വരയും ഇതിൻ്റെ ഇത് ചെളുമ്പ്, ഈ എന്താ പറയുക, ഇതോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു വരയുണ്ട്. അപ്പോൾ ഈ വരയുടെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ നീറ്റായിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ അടിവശത്തു നിന്ന് നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരഞ്ഞെടുക്കുക. അപ്പോൾ ആ സംഭവം സെറ്റാണ്. എന്നിട്ട് നേരെയാക്കാൻ എളുപ്പമാണ് കേട്ടോ പറയണേ. അപ്പോൾ സിമ്പിളാണ്. അത് കഴിഞ്ഞും കൊണ്ട് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇത്ര സിമ്പിളായിട്ട് വരും കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് വന്നു. 2 വര, ഒരു വര ഇങ്ങോട്ട്, ഒരു വര ഇങ്ങോട്ട്, ഒരു വര അടിയുന്നത്. എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടാ. അപ്പോൾ തല അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ കത്തി കൊണ്ട് ഇങ്ങനെ അടിവശം ഒന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ വേസ്റ്റ് സാധനം വന്നു. ആ പണി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. മീൻ നേരെയാക്കാനുള്ള എളുപ്പപ്പണിയാണ് കേട്ടോ പറയണേ. എന്നിട്ട് ഈ ചെതമ്പൽ അങ്ങനെ ചെത്തുക. അത് ചെത്തിക്കഴിഞ്ഞ് മുകൾ ചെതമ്പൽ ചെത്തുക. മുകൾ ചെതമ്പൽ അതും കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൽ മീറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ മീറ്റ് എടുക്കുന്നതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാമെന്നറിയോ, ഇതെങ്ങനെ ഇവിടെ നിന്ന് അരിയും. ചിലവർ ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ അരിയാറുണ്ട്. നമ്മളിങ്ങനെ അരിയാണ് കേട്ടോ. മീൻ നേരെയാക്കേണ്ട സിമ്പിൾ മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ഇത് ഫുൾ മീറ്റാണ് വന്നിരിക്കുന്നത്. ഫുൾ മീറ്റ് വന്നു. ഇത്ര എളുപ്പത്തിൽ അതവിടെ വെച്ചു. അടുത്ത സൈഡ് എടുത്തു.
അപ്പോൾ ഇത് നെക്സ്റ്റ് മീറ്റാണ് കേട്ടോ. നെക്സ്റ്റ് മീറ്റായി അതും നമ്മളവിടെ വെച്ചു. ഇനി ഇതിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കറി വയ്ക്കാൻ എടുക്കാം. അപ്പം നമുക്കിത് പിന്നെ കട്ട് ചെയ്യാം. നമുക്ക് അത് ആദ്യം കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇതിങ്ങനെ വെച്ചു എന്നിട്ട് കട്ട് ചെയ്യാൻ പോകണേ. നമ്മുടെ പെട്ടി വെച്ചിട്ട് അങ്ങോട്ട് സെറ്റാകുന്നില്ല. കഴിഞ്ഞ് മുറിച്ച് കഷ്ണങ്ങളാക്കാൻ പോകണം കേട്ടോ. മടു പിടിച്ചടാ. അപ്പം ഇനി നമുക്ക് കഷ്ണങ്ങളാക്കാൻ പോകണേ. വലിയ കഷ്ണമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വറക്കാനുള്ള പരിപാടിയാണ്. അപ്പം നെക്സ്റ്റ് കഷ്ണം എടുത്തു. ഒരു കഷ്ണത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഒരു കഷ്ണത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് കഷ്ണം എടുക്കാണ്. എടുത്ത് മുറിച്ചുകൊണ്ടിരിക്കാം. വേഗം അരിഞ്ഞ് റെഡിയാക്കണം എന്നുള്ള പരിപാടിയിൽ മാത്രം വേറെ ശ്രദ്ധകളൊന്നും വേറെ എവിടേക്കും കൊടുക്കാതെ വേഗം ധൃതിയിൽ നമ്മളിത് പെട്ടെന്ന് അരിഞ്ഞെടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്താ വെച്ചാൽ അതങ്ങനെയാണ്. അപ്പം നമ്മുടെ മീറ്റ് കുട്ടന്മാർ നോക്കിയാൽ നല്ല ബീഫ് പോലെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല കേരയാണ് കേട്ടോ, ചോരയല്ല. നമ്മൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്തിരിക്കുക. എന്താ വെച്ചാൽ നമ്മളതിനെ നല്ല അടിപൊളിയായിട്ട് വറുക്കാനുള്ള പരിപാടിയിലാണ്. തലയല്ല, വെരി സോറി, നമ്മുടെ ഇടുപ്പല്ലേ. ഇതിൽ കുറച്ച് മീറ്റ് ഉണ്ട്. ആ മീറ്റും കൂടി നമ്മൾ എടുക്കാം. അപ്പോൾ ആ മീറ്റും കൂടി എടുത്തു. ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ചെറിയ ലെവലിൽ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് കറി വെക്കാനാണ് കേട്ടോ. ഇതിന് നമ്മൾ കറിയാക്കും. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടേ. അയ്യോ, ചുമ്മാ അങ്ങനെ ഒടിച്ചു. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ മീറ്റ് റെഡി ആയിട്ടുണ്ട്. എന്തിൻ്റെ മീറ്റ്? നമ്മുടെ കൂടുതൽ വെരി സോറി കേര കൂടുതൽ അങ്ങനെ ട്യൂണ ടൈപ്പ് അങ്ങനത്തെ ഒരു 5-6 വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പെട്ടതാണ് നമ്മുടെ വെറൈറ്റി കേരയ്ക്ക് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ കറുപ്പുണ്ടാവില്ല. ഫുൾ മീറ്റ് നല്ല ഈ മീറ്റ് തന്നെയായിരിക്കും. ഇങ്ങനത്തെ മീറ്റ് തന്നെയായിരിക്കും. മറ്റേത് വന്നിട്ട് ചൂരയെന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് മീറ്റ് കണ്ടോ. ഈ ബ്ലാക്ക് മീറ്റ് വന്നിട്ട് ഒരുപാട് കൂടുതലുണ്ടാവും. അപ്പോൾ കഴിക്കാൻ വലിയ രസം ഉണ്ടാവില്ല, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതിൻ്റെ പരിപാടി നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു തലച്ചേട്ടനുണ്ട്. ഈ തലച്ചേട്ടനെ നമുക്ക് അതിനെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ആ മുള്ളിൽ കൂടെ കറി വയ്ക്കാനുള്ള പരിപാടിക്ക് അതും കൂടി റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത് അവിടെ വെക്കാൻ പോകണം കേട്ടോ. അവിടെ എടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ഒക്കെ കൂടി വീണ് ചോട്ടിക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ 8ൻ്റെ പണി കിട്ടും. അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ. അയ്യോ, ഇത്ര നേരം പാടാക്കിയ പോലെ അല്ല കേട്ടോ. ഈ സാധാരണ തൃശ്ശൂരുകാരൊക്കെ തലക്കറി വെക്കും. നമുക്ക് തലക്കറി വെക്കാൻ അറിയില്ല. അപ്പോൾ തലക്കറി നമുക്ക് വേണമെങ്കിൽ പിന്നെ വെക്കാം. ഇപ്പം എന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ അരിഞ്ഞ് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മളിതിനെ നമ്മുടെ മുള്ളിലും എല്ലിലും കൂടെ കറി വെക്കാനുള്ള പരിപാടിയാണ്. ഇതിനെ ശരിയാക്കി എടുക്കണമെങ്കിൽ ഈശ്വരാ, ഇത്ര നേരം സിമ്പിളായിട്ട് ചെയ്തു. നോക്ക്, ലാസ്റ്റ് ഒന്ന് കിട്ടിയത് ഇതിൻ്റെ ലിവറാണ്. നമുക്ക് ലിവറും മാങ്ങിയൊന്നും വേണ്ട, അത് വേസ്റ്റ് ചെയ്ത് പോകാം. എന്തായാലും ഇതിന് കൊടുവാൾ വേണ്ടി വരുമോ അങ്ങോട്ട് അല്ലേ? എന്താ ബ്ലഡിൻ്റെ തല്ല്. പൊളിച്ചടിക്കിട്ട് ഞാൻ രണ്ടാക്കി
ഇനി ഇതിൻ്റെ ഈ ചെതമ്പൽ കളയാം. കണ്ണാണ്, ഇതാണ് കേരയുടെ കണ്ണ്. എന്താ വില വലുപ്പം നോക്കിയേ, അത് കളഞ്ഞു. അപ്പോൾ അതും കളഞ്ഞു. ഇതാ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ, കൂടുതൽ എടുത്തിട്ടില്ല, നമുക്ക് കൂടുതൽ വേണ്ട. ഈ സൈഡിലെയും നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പറയാൻ നിൽക്കുന്നില്ല, ഇംഗ്ലീഷ് എന്തിനാണ് വെറുതെ പറയുന്നത്, ഞാൻ പോർഷൻ പറഞ്ഞപ്പോൾ പോർഷനാണ്, വേണ്ട പോർഷൻ വേണ്ട. അപ്പം നമ്മൾ ഈ സൈഡിലെയും കൂടി ചെതമ്പൽ ഇങ്ങനെ എടുക്കുകയാണ്. അമ്മ മാരെ നമ്മുടെ ഏകദേശം പരിപാടി, നമ്മുടെ മീറ്റിൻ്റെ ഫിഷ് മീറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു, കേരയുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നമുക്ക് നോക്കാം. ഇത് കേരയുടെ മീറ്റാണ്, ഇത് പോത്തിൻ്റെ മീറ്റാണ്. അതായത് ബീഫ് എന്ന് പറയുന്ന സാധനം ഇതായി, ഇത് കേരയുടെ മീറ്റായി. അപ്പോൾ രണ്ട് മീറ്റുകളോട് മീറ്റിൻ്റെ തല്ല്. അപ്പോൾ മീറ്റിലാണ് പരിപാടി. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾക്ക് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കണ്ടേ. അടിച്ച് പൊളിക്കാൻ പോകുന്നത് രണ്ടും കൂടിയിട്ട് ആരും ചെയ്തിട്ടുണ്ടായില്ല എന്ന് ഞാൻ പറയില്ല, ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു വെറൈറ്റി ചെയ്താണ് ഈ രണ്ടും കൂടിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ബീഫും കേരയും. ഓക്കെ, അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ കേര നേരെയാക്കിയതിൻ്റെ എളുപ്പപ്പണികളും എൻ്റെ കയ്യിൽ മൊത്തം ബ്ലഡാണ്, നോക്കണ്ട, ഞാൻ മാറ്റി. അപ്പോൾ കേര നേരെയാക്കിയതിൻ്റെ എളുപ്പപ്പണി എല്ലാവർക്കും മനസ്സിലായാലും സിമ്പിളാണ്. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മതി. സംഭവം വെക്കുന്നു. ഒരു നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഇങ്ങനെ ടിക്കിട്ട് 2 വര സാധനം എടുത്തു, മീറ്റ് എടുത്തു, അരിഞ്ഞ് തള്ളി സംഭവം സെറ്റാക്കി. ഇത്രേ പണിയുള്ളൂ. പക്ഷേ അറിയാത്ത ഒരു ഈശ്വര എന്ത് ചെയ്യും, ഇത്രയും വലിയ മീനിനെ കൊണ്ട് അമ്മ ഇതെന്ത് ചെയ്യും പറഞ്ഞിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ ഇത്രേ സംഭവമുള്ളൂ. ഇതിനെ എടുത്തും കൊണ്ട് നീറ്റായിട്ട് നേക്കിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ഏത് സാധനവും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചെറിയ വീഡിയോസ്, നമ്മൾ ഫുൾ വീഡിയോസ് ഇതിൽ ഇടാൻ സാധ്യത കമ്മിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പോരാ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകണം. അപ്പം ഞാൻ അത് കറിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കത് ഇടാം. നമുക്ക് അതിൻ്റെ മീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കഴിക്കുന്നതും ടേസ്റ്റൊക്കെ ഞാൻ പറയാൻ പറ്റുക. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാകുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല മറ്റേ മോഹൻലാലിൻ്റെ സിനിമയിൽ പറയല്ലേ, അടിയും പിഴയും എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ട് മുള്ളംകൊല്ലി വേലായുധൻ്റെ, അതുപോലെ ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് കണ്ടും കേട്ടും അറിഞ്ഞും നമുക്ക് ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ പോണു. ബൈ, സീ യു.